ശ്രീ മരിയ അഗസ്റ്റിൻ, ശ്രീ മരിയ അഗസ്റ്റിൻ കോൺട്രാക്ടർ, അദ്ദേഹമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിച്ചു. ഒത്തിരി പണിക്കാരെ കൊണ്ടൊക്കെ അദ്ദേഹം തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. അദ്ദേഹത്തെ ആദരിക്കുന്നതായിട്ട് ക്ഷണിക്കുന്നു. ആദരവേറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ജോയിന്റ് കൺവീനറായി പ്രവർത്തിച്ചത് ശ്രീ ഫ്രാൻസിസ് പി. അദ്ദേഹം പണികൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. നിസ്സാരമായ ഒരു ചെറിയ ആവശ്യം വന്നാൽ പോലും ഓടി നടന്നാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. വേണ്ട നല്ല പ്രവർത്തനങ്ങൾ തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചു. അദ്ദേഹം ആദരം ഏറ്റുവാങ്ങുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമുക്ക് ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചത് ശ്രീ ജെ വിൻസെന്റ് സാറാണ്. തുടക്കത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓടി നടന്ന് വളരെ തീഷ്ണതയോടുകൂടെ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മുടെ ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തെ ആദരവേറ്റ് വാങ്ങുവാനായിട്ട് ക്ഷണിക്കുന്നു. അടുത്ത് ശ്രീ എ ആൽബർട്ട് സാർ അക്കൗണ്ടന്റായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെയാണ് നമ്മുടെ ഈ ദേവാലയത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ആദരം ഏറ്റുവാങ്ങുവാനായിട്ട് ശ്രീ ആൽബർട്ട് സാറിനെ ക്ഷണിക്കുന്നു. നമുക്ക് ആൾക്കാരെ കാണുന്ന ബലിപീഠമൊക്കെ സ്പോൺസർ ചെയ്തത് ബഹുമാനമുള്ള ടോം ജോസഫ്, മിസ്സിസ് മിനി മാത്യു ഫാമിലിയാണ്. അവർക്ക് ഒരു മൊമെന്റോ നൽകി നമ്മൾ ആദരിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുവാനായിട്ട് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ദേവാലയത്തിൽ നമ്മുടെ ദേവാലയത്തിന്റെ അവസാന ഘട്ട പണികൾക്ക് പൈസ നമുക്ക് തുകകൾ ആവശ്യമായി വന്നപ്പോൾ നമ്മളെ ഏറെ സഹായിച്ചത് ശ്രീ അനി ആൻഡ് മിസ്സിസ് രമ്യ ഫാമിലി കുടുംബമാണ്. അവരെ ആദരം മൊമെന്റ് ഏറ്റുവാങ്ങുവാനായിട്ട് അവരെ ആദരവ് ക്ഷണിക്കുന്നു. നമുക്ക് വേണ്ട നേതൃത്വം നൽകി, ശക്തമായ നേതൃത്വം നൽകി യഥാസമയം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇന്നത്തെ ഈ ആശീർവാദ കർമ്മത്തിന് നേതൃത്വം നൽകിയത് ബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി മോൺസിഞ്ഞോർ വി പി ജോസഫനാണ്. അച്ഛനെ മൊമെന്റ് ഏറ്റുവാങ്ങുവാനായിട്ട് ഏറെ നന്ദിയോടെ ക്ഷണിക്കുന്നു. നമ്മുടെ സഹവികാരി ബഹുമാനമുള്ള ജോബിൻ പോൾ അച്ഛൻ നമുക്ക് വേണ്ടി തീഷ്ണതയോടുകൂടെ പ്രവർത്തിച്ചു. ഓടി നടന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. പാരിതോഷികം ഏറ്റുവാങ്ങുവാനായിട്ട് മേസ്ത്രി പണികൾ ചെയ്തതിന് ശ്രീ വിജയൻ, അവരുടെ വിജയൻ ടീമിനെ വിജയൻ പ്രതിനിധിയെ ക്ഷണിക്കുകയാണ്. ശ്രീ വിജയൻ മേസ്ത്രി പണികൾ ചെയ്ത ആൾക്കാരുടെ പ്രതിനിധിയായിട്ട് എല്ലാവർക്കും വേണ്ടി ആ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ശ്രീ വിജയനെ ക്ഷണിക്കുകയാണ്. ഫോർമിഷ് പണികൾ ചെയ്തത് ശ്രീ സതീഷ് ടീമാണ്. ശ്രീ സതീഷിനെ ഫോർമിഷ് വാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. ചട്ടടി കോൺക്രീറ്റ് പണികൾക്ക് നേതൃത്വം നൽകിയത് ശ്രീ വിൻസെന്റ് ആണ്. അതിന് ടീമായിട്ട് പ്രവർത്തിച്ച് ശ്രീ വിൻസെന്റിനെ ആദരവ് ക്ഷണിക്കുകയാണ്.
കട്ടടി കോൺക്രീറ്റ് പണികൾ ചെയ്ത പെയിന്റ് നേതൃത്വം നൽകിയത് ശ്രീ അജികുമാർ ടീമാണ്. ശ്രീ അജികുമാറിനെ ക്ഷണിക്കുന്നു. സീലിംഗിന് നേതൃത്വം നൽകിയത് ശ്രീ സേവ്യർ ടീമാണ്. ശ്രീ സേവ്യറിനെ പ്രാദേശികമാകാൻ ക്ഷണിക്കുന്നു. അൽത്താര പെയിന്റിംഗ് ശ്രീ കുമാർ ടീമാണ്. കുമാറിനെ അതിനെ ക്ഷണിക്കുന്നു. ടൈൽസ് വർക്കുകൾ നടത്തിയത് ശ്രീ ഗോപിയ ടീമാണ്. ശ്രീ ഗോപിയെ അതിന്റെ പാരിതോഷികം വാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്തത് ശ്രീ സാം ടീമാണ്. ശ്രീ സാമിനെ പാരിതോഷികം വാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. വളരെ നമ്മുടെ ഈ ദേവാലയത്തിന് വേണ്ട അനുമതി നൽകുകയും അതിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നമുക്ക് അംഗീകാരമൊക്കെ നൽകിയത് നമ്മുടെ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവാണ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദേവാലയത്തെ കുറിച്ച് അച്ഛനോട് സംസാരിച്ചപ്പോൾ കാക്കറോളയിൽ അത്യാവശ്യമാണ് ഒരു ദേവാലയം എന്നാണ് അച്ഛൻ പിതാവ് ആദ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞത്. കാക്കറോളെ ഏറെ സ്നേഹിക്കുകയും നമ്മോട് ഏറെ ആദരവ് കാണിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള പിതാവ് വിൻസെന്റ് സാമുവൽ പിതാവിന് മൊമെന്റോ നൽകുന്നതിനായിട്ട് മൊമെന്റോ വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. ആ നൽകുന്നതിന് നമ്മുടെ ഇടവ വികാരിയും ആദരവ് ശ്രമിക്കുന്നു. നമ്മുടെ രൂപതാ മെത്രാൻ സെൽവരാജൻ ദാസൻ പിതാവ് അദ്ദേഹം നമ്മളോടൊപ്പം എല്ലാ സമയങ്ങളിലും ഉണ്ട്. നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് അദ്ദേഹം നമ്മളോട് കരുതുന്നത്. ഇന്നലേക്ക് ഇവിടെ വന്നിരുന്നു. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നിരുന്നു. നമ്മെ ഏറെ സ്നേഹിക്കുന്ന അഭിമന്യ സെൽവരാജൻ ദാസൻ പിതാവിനെ മൊമെന്റ് ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും